അവസാനം ഷാഫിയും എത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രാമചന്ദ്രന്റെ വീട്ടിൽ തുണയായി ഷാഫി എത്തി. രാജ്യത്തിന്റെ കെട്ട സമയത്ത് പെട്ടുപോയ മനുഷ്യനാണ് രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു ഷാഫി. ആശ്വാസത്തിന്റെ വാക്കുകൾ. ആ കുടുംബത്തിനിപ്പോൾ നൽകുന്ന പിന്തുണ അത് അളക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ ജാതിമത മതിലുകളെ കൂടിയാണ് ഷാഫി ഇവിടെ പൊളിക്കുന്നത്. ഈ കെട്ടകാലത്ത് ഷാഫിയെ പോലെയുള്ള മനുഷ്യർ ഒരു അനുഗ്രഹമാണ്. ഷാഫിയുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് ഞാൻ ചാനലിൽ പോകാൻ പറഞ്ഞത്. കുറച്ച് ദൂരം പോയിട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അമ്മയെ പിക്ക് ചെയ്ത് അമ്മ കാറിലുണ്ട്, ലഞ്ച് കഴിക്കാൻ വിളിച്ചു. അമ്മ വന്നില്ല. അങ്ങനെ പിന്നെ വിളിച്ചു. ഞാൻ കാലത്ത് നിൽക്കില്ല, ഇവിടെ വന്നിട്ട് നമ്മൾ കയറിയിട്ട് എനിക്കൊരു 3.5 hours. കാരണം ഒരു സ്പോട്ടിൽ ഒരു വാട്ടർഫോൾ അവിടെ ഞങ്ങൾ 3.5 hours വെറുതെ സ്പെൻഡ് ചെയ്തു. കാരണം അച്ഛൻ്റെ അപ്പം ഞാൻ അച്ഛൻ പലരും കുറേ നേരമാണ് ഞാൻ അവരോട് ഓടാൻ പറഞ്ഞു. മറ്റേത് വിസിറ്റ് ചെയ്ത് വെച്ച് കോളേജ് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഫ്രണ്ട് ആക്സിഡൻ്റാണ്. നമ്മൾ വിചാരിക്കുന്ന അതിനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് രാജീവ് അറിയും. എന്നുവെച്ച് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കാര്യം വെച്ചാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ കാണുമ്പോൾ പറയാം. ഞങ്ങൾക്ക് കൂടുതൽ തീർച്ചയായും ഇപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എല്ലാവരും ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കൂടി കണ്ടു നമ്മുടെ കേരളത്തിലെ സാധാരണ ഒരാൾക്ക് ആദ്യമായിട്ടാണ് കലല്ലാത്തവർ ഇവൻ പറ്റാത്ത കോമ്പാക്റ്റ് ആണ്. ഇതിന് വളരെക്കുന്ന മനുഷ്യൻ്റെ അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നമുക്കിപ്പോൾ ഇന്ന് ഒരു സർട്ടിഫിക്കറ്റ് വന്നേ അപ്ലൈ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ.